സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ഇതുവരെ 15 പേർ മരിച്ചതായി മുഖ്യമന്ത്രി. 316 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. മഴക്കെടുതിയിൽ 7 പേരെ കാണാതായി. ഡാമുകളിൽ നിന്നും വെള്ളമൊഴുക്കുന്നുവെന്നത് വ്യാജ പ്രചരണമാണെന്നും ഇതിനെതിരെ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പ്രളയക്കെടുതിയിൽ നാശനഷ്ടം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മഴക്കെടുതിയിൽ ഇതുവരെ 15 പേർ മരിച്ചു, 7 പേരെ കാണാതായി. സംസ്ഥാനത്ത് 316 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 165 ഹെക്ടറിൽ കൃഷിനാശമുണ്ടായി. ഡാമുകളിൽ നിന്നും വെള്ളമൊഴുക്കുന്നുവെന്നത് വ്യാജ പ്രചരണമാണ്. വ്യാജ പ്രചരണത്തിൽ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. തെറ്റായ വാർത്ത പ്രചരിപ്പിച്ചാൽ കർശന നടപടി വരും. ഒരു ഡാമിലും വെള്ളം അധികമില്ലെന്നും തുറന്നുവിടേണ്ട സാഹചര്യമില്ലെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. 164.98 165 ഹെക്ടർ സ്ഥലത്ത് കൃഷിയാണ് നശിച്ചിട്ടുള്ളതെന്ന് പ്രാഥമിക റിപ്പോർട്ട്. പല പ്രചരണങ്ങളും വ്യാപകമായി നടക്കുന്നുണ്ട്. ആ പ്രചരണങ്ങളിൽ ഏറ്റവും പ്രധാനം അണക്കെട്ടുകളിൽ നിന്ന് വെള്ളമൊഴുക്കുന്നു എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട അണക്കെട്ടുകളിലെല്ലാം ജലനിരപ്പ് വളരെ താഴെയാണ്. ജനങ്ങളുടെ ഇടയിൽ യാതൊരു ഉത്കണ്ഠയ്ക്കും അവകാശമില്ല. തെറ്റായ വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും പ്രചരിക്കുകയാണ്. അപ്പോൾ ജലസംഭരണികളിൽ നിന്ന് വെള്ളം ഒഴുക്കി വിടുന്നു എന്ന് പറയുന്ന വ്യാപകമായ തെറ്റായ വാർത്തയാണ്. അതിനെതിരായി കർശനമായ നടപടികൾ സ്വീകരിക്കും. കാരണം ജനങ്ങളിൽ ഉത്കണ്ഠ പരത്തുന്ന തെറ്റായ വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയാണ്. പ്രളയക്കെടുതിയിൽ മരിച്ചവരുടെ സംസ്കാര ചടങ്ങിന് 10,000 രൂപ നൽകും. വീടുകളിൽ വെള്ളം കയറിയവർക്കും 10,000 രൂപ നൽകും. വീടും സ്ഥലവും നഷ്ടമായവർക്ക് 12 ലക്ഷം രൂപയും വീട് നഷ്ടമായവർക്ക് 8 ലക്ഷം രൂപയും നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഹെലികോപ്റ്റർ യാത്രയിലും വിരുന്നു വിവാദത്തിലും മുഖ്യമന്ത്രി പ്രതികരിച്ചു. ഭക്ഷണം കഴിക്കുന്നത് തെറ്റാണോ എന്നും 2018-ലും 2019-ലും അന്നത്തെ മുഖ്യമന്ത്രി ഭക്ഷണം കഴിച്ചില്ലേ എന്നും വി.ഡി. സതീശൻ ചോദിച്ചു. ഞാൻ ഭക്ഷണം കഴിച്ചു പോയി അന്ന് 3 മണിയായപ്പോൾ. എനിക്കറിയില്ലായിരുന്നു 2018-ലും 2019-ലും ദുരന്തം ഉണ്ടായിരുന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി നിരാഹാരമാണ് ഇരുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാനന്ന് ഭക്ഷണം കഴിച്ചു പോയി. നിങ്ങൾ എത്ര അപവാദ പ്രചരണമാണ് നടക്കുന്നത്. ഞാൻ 3 മണിക്കാണ് ഞാൻ മലപ്പുറത്ത് എത്തുന്നത്, പൊന്നാനിയിലെത്തുന്നത്, സി ഹരിദാസ് സാറിൻ്റെ വീട്ടിൽ. ഞാൻ അപ്പുറത്തെ വീട്ടിൽ എനിക്ക് ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ. ഞാൻ ഭക്ഷണം കഴിക്കാൻ പാടില്ലേ? 3 മണിക്കാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. എന്ത് തെറ്റാണ്, എന്തൊരു അപവാദ പ്രചരണം, എന്തൊരു ഹീനമായ അപവാദ പ്രചരണമാണ് നടക്കുന്നത്. ഔദ്യോഗിക യാത്രക്കാണ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചത്. 1 രൂപ പോലും സർക്കാരിന് യാത്ര കൊണ്ട് നഷ്ടമായിട്ടില്ല. താൻ പാർട്ടി സമ്മേളനത്തിനല്ല ഹെലികോപ്റ്ററിൽ പോയതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.